ചിരട്ട കൊണ്ടുള്ള ക്രാഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ 2 ചിരട്ടയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. ആദ്യം തന്നെ സാൻഡ് പേപ്പർ കൊണ്ട് വരച്ച് അതിന്റെ പുറം ഭാഗമൊക്കെ നല്ല മിനുസപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി സാധാരണ ചെയ്യുന്ന പോലെ ബേസ് ആയിട്ട് വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലൊരു ചിരട്ടയിൽ ഞാൻ സ്കിൻ കളറും മറ്റേതിൽ ഞാൻ ബ്ലൂ കളറുമാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. ബ്ലൂവിന് പകരം നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ രണ്ടും ഉണക്കി എടുത്തിട്ടുണ്ട്. ഇന്നീ ചിരട്ടയിൽ ഞാനൊരു താജ്മഹൽ പണിയും. നല്ല ക്യൂട്ടായിട്ട് 2 കണ്ണും ഒരു വായും വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൂക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലേ ആണ് കേട്ടോ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചു കൊടുത്താലും മതി. ഇനി ആ ചിരട്ടയുടെ മുകളിൽ ഞാൻ ഒരു കാർഡ്ബോർഡ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഞാൻ ഒരു ന്യൂസ് പേപ്പർ ചുരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് മുകളിൽ ഒരു പേപ്പർ കൊണ്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. മുടി ഉണ്ടാക്കാനുള്ള ഓരോ കഷ്ടപ്പാടേ. മുടിയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതും ക്ലേ ആണ് കേട്ടോ. ഇതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പണി. എത്ര ശ്രമിച്ചാലും ഇത് നിൽക്കുന്നില്ല. മതിയാക്കി പോയാലോ എന്ന് വരെ വിചാരിച്ചു. പക്ഷെ ഫൈനൽ റിസൾട്ട് കാണാനുള്ള ഒരു കൊതി കൊണ്ട് ഞാൻ ആ പണി നിർത്തിയില്ല. തലയിലൊരു റിബണും കൂടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് തലമുടിയാണോ അതോ തലച്ചോറാണോ? റിബണിന് ഞാൻ റെഡ് കളർ പെയിന്റ് ആട്ടോ അടിച്ചു കൊടുത്തത്. തലമുടി എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ പെയിന്റും അടിച്ചു കൊടുത്തു. ഇനി ഈ സുന്ദരിക്കുട്ടിക്ക് ഒരു ഡ്രസ്സ് വേണ്ടേ? ബ്ലൂ കളർ പെയിന്റ് അടിച്ച ചിരട്ടയിൽ വൈറ്റ് പെയിന്റ് കൊണ്ട് ഇതുപോലൊരു ചിത്രം വരച്ചു കൊടുത്ത് പെയിന്റ് ബ്രഷിന്റെ അറ്റം കൊണ്ട് ഇതുപോലെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ അതും സെറ്റായി. ഇനി ഇത് രണ്ടും കൂടി ഒന്നിച്ച് വെച്ചു കൊടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. രണ്ടും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നത് ഒരു വലിയ ടാസ്ക് ആണ്. ഇത് നിൽക്കുന്നില്ലടോ. അവസാനം സെറ്റായി കിട്ടിയിട്ടുണ്ട്. 2 ചിരട്ടയും കുറച്ച് പെയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ സുന്ദരിക്കുട്ടിയെ? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.